ഈ ക്ലാസ്സിൽ എക്സസൈസ് 10.2-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാം. എക്സ്പ്രസ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം. അപ്പോൾ നമ്പേഴ്സ് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു സംഖ്യ 4, 6, 5, 1, 0 ഇതൊരു നോർമൽ ഒരു സംഖ്യ അല്ലേ. ആ സംഖ്യയിൽ ഇതിലിപ്പോൾ ഡെസിമലൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഒരു സംഖ്യയുടെ ഡെസിമലൊന്നും ഇല്ലെങ്കിലും ലാസ്റ്റ് എന്തുണ്ട്, ഒരു ഡെസിമൽ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റാണ് ഡെസിമൽ ഉള്ളത്, അതിനുശേഷം 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെസിമൽ ഇടാറില്ല നോർമൽ ഒരു സംഖ്യ. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് 2, പക്ഷേ എന്തുണ്ട് അവിടെ 2.0 എന്നാണ് എൻ്റെ വാല്യൂ അല്ലേ. അത് 2.0 ആണ്, നമുക്ക് എന്ത് എഴുതിയാൽ മതി, 2 എന്ന് മാത്രം എഴുതിയാൽ മതി. 45 എന്ന് എഴുതുള്ളൂ, നമുക്ക് ഡെസിമൽ എഴുതണ്ട. പക്ഷെ നമുക്കറിയാം 45-ന് ശേഷം എന്തുണ്ട്, ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡെസിമലിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ 0 ഡെസിമൽ കഴിഞ്ഞിട്ട് 0 ആണെന്ന് നമുക്ക് നോർമലി 45 എന്ന് മാത്രം നോർമലി സംഖ്യ മാത്രം എഴുതാറുള്ളൂ. അപ്പോൾ ഇതിൽ ഇവിടെ ഡെസിമൽ തന്നില്ലെങ്കിലും നമുക്കറിയാം ഇവിടെ ഒരു ഡെസിമൽ ഉണ്ടെന്ന്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുമ്പോൾ ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യണം അത് കാര്യം പറയാം. അപ്പോൾ ഈ സംഖ്യയിൽ നോർമലി ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട്, തന്നില്ലെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഒരു ഡെസിമൽ ഉണ്ട്. നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമ്പർ തന്നിട്ട് ആ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞ് നമുക്കൊരു ഡെസിമൽ ഇട്ട് കൊടുക്കണം. ഓക്കെ, ഒരു നമ്പർ തന്നാൽ അതിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നമ്പർ കഴിഞ്ഞതിന് ശേഷം ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഡെസിമൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് 4 പോയിന്റ് എന്ന് തോന്നും. നമുക്കിതിൻ്റെ ആൻസർ എഴുതുമ്പോൾ 4.651 എഴുതണം. ഈ ലാസ്റ്റ് വരുന്ന സീറോസ് ആണെന്നുണ്ടെങ്കിൽ ആ സീറോസ് എഴുതേണ്ട ആവശ്യമില്ല. എന്ത് എഴുതിയാൽ മതി, നമ്പേഴ്സ് മാത്രം എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ആദ്യം ഈ നമ്പറിൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ടു, അതിനുശേഷം വരുന്ന നമ്പേഴ്സും കൂടെ എടുത്തെഴുതി. അപ്പോൾ 4.651 എന്ന് തോന്നും. ലാസ്റ്റ് വരുന്നത് സീറോസ് ആണെന്നുണ്ടെങ്കിൽ എഴുതണ്ട, ഇടയിൽ വരുന്ന 0 ആണെങ്കിൽ എഴുതണം. ഇത് ലാസ്റ്റ് ആയതുകൊണ്ട് ഈ 0 എഴുതണ്ട. ഇനി ഇൻറ്റു, ഇനി 10th പവറിലേക്ക് മാറ്റണം. 10th പവറിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ പറഞ്ഞു, ഇപ്പം നമ്മൾ ഇട്ടത് ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഓൾറെഡി എവിടെ ഉണ്ട്, ഒരു ഡെസിമൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓൾറെഡി ഉള്ള ഡെസിമലിൻ്റെ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ പുതിയ ഇട്ടത്, 1, 2, 3, 4. അപ്പോൾ 10⁻⁴ എന്ന് എഴുതി. മനസ്സിലായല്ലോ. ആദ്യം നോർമലി ഉള്ള ഡെസിമലിൻ്റെ കൂടാതെ നമ്മൾ ഇപ്പിട്ട ഈ ഡെസിമലിലേക്ക് ഇവിടെ നിന്ന് ഈ ഡെസിമലിലേക്ക് എത്ര ഡിജിറ്റ് മാറിയാണ് നമ്മളിപ്പോൾ ഡെസിമൽ ഇട്ടതെന്ന് നോക്കാം. എത്ര ഡിജിറ്റ് മാറിയാണ്, 4 ഡിജിറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ ഇട്ടത്. അതുകൊണ്ട് 10⁻⁴ വന്നു. ഇനി ഇത് പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണോ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആണോ എന്നുള്ളതാണ് അർത്ഥം നോക്കേണ്ടത്. നമ്മൾ ഈ ചാപ്റ്ററിൽ നെഗറ്റീവ് എക്സ്പോണൻ്റും പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാനായിട്ട് ഈ പുതിയതായിട്ട് ഇട്ട ഡെസിമൽ നോർമലുള്ള ഡെസിമലിൽ നിന്നും ലെഫ്റ്റിലോട്ടല്ലേ നമ്മൾ ഇട്ടത് അല്ലേ. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി നമ്മൾ ഇട്ടത്. അപ്പോൾ ലെഫ്റ്റിലോട്ട് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിരിക്കും. എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 10⁻⁴ തന്നെ ഒരു -4 വരില്ല, കാരണം നമ്മൾ മാറ്റിയത് എങ്ങോട്ടാ, ലെഫ്റ്റിലോട്ട്. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് നമ്മൾ ന്യൂ ഡെസിമൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ പോസിറ്റീവ് എക്സ്പോണൻ്റ് വരുന്നതെന്ന് പഠിച്ചു. ഇനി അടുത്തത് നെഗറ്റീവ് എക്സ്പോണൻ്റിനെ പറ്റി നോക്കാം. അപ്പോൾ 0.0084 എന്നുള്ളൊരു നമ്പർ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ 0 ആണ്, അപ്പോൾ ആ 0 എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്നേക്കുന്ന നമ്പർ ഏതാ, 84. അപ്പോൾ അവിടെ വേണം ഡെസിമൽ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ താഴേക്ക് ഇറക്കി എഴുതുന്നതാണ്. അപ്പോൾ 0.0084 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ പറഞ്ഞു ഇനി ഇപ്പോൾ ഫസ്റ്റ് 0 ആയതുകൊണ്ട് അത് നോക്കണ്ട, നമ്പർ ഏതാണ്, 8 കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ഡെസിമൽ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഡെസിമൽ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് താഴെ ഇങ്ങനെ ആൻസർ എഴുതാം, 8.4 എന്ന് വരും അല്ലേ. ഡെസിമൽ കഴിഞ്ഞിട്ട് തന്നെ നമ്പറും എഴുതണം. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളത് നമ്പർ ഏതാ, 4. അപ്പോൾ 8.4 എന്ന് എഴുതി. ഇനി ഇൻറ്റു 10⁻⁻10ൻ്റെ പവറിലേക്കാക്കി മാറ്റണം. ഇനി ഇവിടെ ഡെസിമൽ പറഞ്ഞു, ഇവിടെ ഓൾറെഡി ഉള്ള ഡെസിമലാണ് അല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന ഡെസിമലാണ് ഇത് നമ്മൾ ഫസ്റ്റത്തെ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ പുതിയതായിട്ട് ഇട്ടത് ഇവിടെയാണ്. അപ്പോൾ ഉണ്ടായിരുന്ന ഡെസിമലിൽ നമുക്ക് പുതിയ ഡെസിമൽ വന്നത് റൈറ്റ് സൈഡിലോട്ടാണ്
അല്ലേ? ഓൾറെഡി ഉണ്ടായിരുന്നത് ഈ 0 പോയിന്റ് ഇവിടെയായിരുന്നു. അതിൽ നിന്നും നമ്മൾ ന്യൂ ആയിട്ട് ഇട്ട ഡെസിമൽ 8.4 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഡെസിമൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏത് സൈഡിലോട്ടാണ് പുതിയത് വിടുന്നത്? റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുന്നതിന് നമുക്ക് നെഗറ്റീവ് എക്സ്പോണൻ്റ് ആയിട്ടാണ് എഴുതേണ്ടത്. നെഗറ്റീവ്. അപ്പോൾ 10 റേസ് ഇനി നോക്കേണ്ടത് നെഗറ്റീവാന്ന് പറഞ്ഞു. ഇനി നോക്കേണ്ടത് എത്ര സ്ഥാനം കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ ഇട്ടിരിക്കുന്നത് നോക്കി. 1 2 3 നമ്പർ കഴിഞ്ഞിട്ടാണ് 0 0 8 അല്ലേ? 3 നമ്പർ ഡിജിറ്റിന് ശേഷമാണ് നമ്മളൊരു പുതിയ ഡെസിമൽ ഇട്ടേക്കുന്നത്. അപ്പോൾ 10⁻³ വന്നു. റൈറ്റ് സൈഡിലേക്കാണ് പുതിയ ഡെസിമൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താകും? നെഗറ്റീവ് വരും. എക്സ്പോണൻ്റ് നെഗറ്റീവായി മാറും. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 8.4 × 10⁻³ മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇടുന്ന ഡെസിമൽ റൈറ്റ് സൈഡിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ നെഗറ്റീവ് എക്സ്പോണൻ്റ് ആയിട്ടും, ഇനിയിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കേസിൽ എന്തായിരുന്നു? നമ്മൾ പുതിയതായിട്ട് ഇട്ടത് ലെഫ്റ്റ് സൈഡിലോട്ടായിരുന്നു വരുന്നത് അല്ലേ? ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ മാറ്റിയിട്ടത്. അതുകൊണ്ട് അത് പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിരുന്നു. ഇപ്പോൾ റൈറ്റിലേക്ക് വരുന്നത് നെഗറ്റീവും ലെഫ്റ്റിലോട്ട് വരുന്നത് പോസിറ്റീവും. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 0 പോയിൻ്റ്, അതിനുശേഷം കുറേ 0 ഇട്ടിട്ടുണ്ട് 85. അപ്പോൾ നമ്മുടെ റൂള് സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ആക്കണ റൂൾ പ്രകാരം എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എല്ലാം സീറോസ് ആണ്. അതിനുശേഷം നമ്പർ വരുന്നത് 8 5 ആണ്. അപ്പോൾ 8ന് ശേഷം എന്തെഴുതി? ഒരു ഡെസിമൽ ഇട്ട് കൊടുത്തു. അപ്പോൾ 8.5 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് എഴുതാം? 8.5 അല്ലേ? ഫസ്റ്റ് നമ്പർ, അതിനുശേഷം ഡെസിമൽ ഇട്ടു, അതിനുശേഷം വരുന്ന നമ്പർ എഴുതി, അതിനുശേഷം 5 ആണ് വന്നത്, ആ 5 എഴുതി. ഇനി ഇൻറ്റു 10⁻². ഇനി 10ൻ്റെ പവർ എത്ര എഴുതും നോക്കാം. നമ്മൾ ഇപ്പോൾ പുതിയതായിട്ടിട്ടത് 8ന് ശേഷമാണ്. അപ്പോൾ നോർമലി അവിടെ ഉണ്ടായിരുന്നത് ഇവിടെയാണ് അല്ലേ? ഈ ഡെസിമലാണ്. ഇനി അതിന് ശേഷം ഈ നമ്മൾ പുതിയ ഡെസിമൽ വരെ എത്ര ഡിജിറ്റ് മാറിയിട്ടാണ് നമ്മൾ ഇട്ടേന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ എത്ര സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെസിമൽ വന്നേക്കുന്നത്? 12. 10⁻². ഇനി അടുത്ത് നോക്കേണ്ടത് പോസിറ്റീവാണ് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഇട്ട ഡെസിമൽ ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് ഇട്ടത് അല്ലേ? ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. ആ ഇവിടെ നിന്നും റൈറ്റിലോട്ട് മാറിയാണ് നമ്മൾ പുതിയ ഡെസിമൽ ഇട്ടത്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് മാറിയിടുമ്പോൾ നമുക്കത് എന്ത് എക്സ്പോണൻ്റ് ആയിരിക്കും എന്ന് പഠിച്ചത്? നെഗറ്റീവ്. അപ്പോൾ ഇവിടെ വരുന്നത് നെഗറ്റീവ് ആയിരിക്കും. റൈറ്റിലേക്ക് മാറിയാണ് ഡെസിമൽ നമ്മൾ പുതിയതായിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പോണൻ്റ് നെഗറ്റീവ് പവർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 8.5 × 10⁻². സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 0 പോയിൻ്റ്, അതിനുശേഷം കുറേ സീറോസ് 9 4 2. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുമ്പോൾ ഫസ്റ്റ് നമ്പറിന് ശേഷം ഡെസിമൽ ഇടണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് നമ്പർ ഇവിടെ ഏതാ? 9 ആണ് അല്ലേ? അതിന് മുമ്പേ എല്ലാം സീറോസ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ഡിജിറ്റ് ഇവിടെ 9 ആണ്. ആ 9 നമ്പർ 9 ആണ്. ആ 9ന് ശേഷം നമ്മളൊരു ഡെസിമൽ ഇട്ടു. അപ്പോൾ നമുക്ക് ആൻസറിൽ എന്ത് എഴുതണം? 9 പോയിൻ്റ് വരും അല്ലേ? 9 പോയിൻ്റ്. ഇനി അതിന് ശേഷം വരുന്ന നമ്പേഴ്സ് 4ഉം 2. അപ്പോൾ 9.42 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇതിൽ ക്വസ്റ്റ്യനിൽ നമ്പറിന് കഴിഞ്ഞാൽ ഡെസിമൽ ഇടുക, അതിനുശേഷം വരുന്ന നമ്പർ മാത്രം എഴുതുക. 9.42 എന്ന് എഴുതി. ഇനി ഇൻറ്റു 10ൻ്റെ പവറിലേക്ക് ആക്കണം. അത് ഇൻറ്റു 10⁻². 10⁻² എന്ന് പറയുമ്പോൾ ഇതിൽ ഓൾറെഡി തന്നിരിക്കുന്ന ഡെസിമൽ ഇവിടെയായിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ പുതിയതായിട്ടിട്ടത് റൈറ്റ് സൈഡിലോട്ടാണ് അല്ലേ? അപ്പോൾ ആ പുതിയതായിട്ട് ഇട്ട ഡെസിമൽ വരെയും എത്ര നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ നോക്കിയേ? 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ പുതിയതായിട്ടിട്ട ഡെസിമൽ വരെയും നമുക്ക് അതിൻ്റെ ഇടയിൽ 12 നമ്പേഴ്സ് ഉണ്ട്. സോ 10⁻² എന്ന് എഴുതി. ഇനി പുതിയതായിട്ട് ഇട്ട നമ്മുടെ ഡെസിമൽ ഏത് സൈഡിലോട്ട് മാറ്റിയിട്ടത്? റൈറ്റ് സൈഡിലേക്ക് അല്ലേ? ഇവിടെയായിരുന്നു ഡെസിമൽ, നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ടാണ് പുതിയതായിട്ട് നമ്മൾ ഡെസിമൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് വരുന്നതാണെങ്കിൽ അതെന്ത് പവർ ആയിരിക്കും ഇടേണ്ടത്? നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ 9.42 × 10⁻² എന്ന് പറയും. റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് പുതിയ ഡെസിമൽ ഇട്ടത്. റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ നമുക്കതിനെ എക്സ്പോണൻ്റ് നെഗറ്റീവായി മാറും. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 6 കഴിഞ്ഞിട്ട് വേണം ഡെസിമൽ ഇടാൻ അല്ലേ? 6 പോയിൻ്റ്
അപ്പോൾ ആൻസർ 6. അതിനുശേഷമുള്ള നമ്പർ എന്താ? 0 2. ഇതുപോലെ മിഡിലിൽ 0 വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തെഴുതണം. ലാസ്റ്റ് ഇതുപോലെ ഒരുമിച്ച് 0 വരുമ്പോഴാണ് നമുക്ക് എഴുതേണ്ട. അത് 10th പവറിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ മിഡിലാണെന്നുണ്ടെങ്കിൽ 0 വന്നാൽ എഴുതണം. ഓക്കെ. ഇനിയപ്പോൾ നമ്മൾ പറഞ്ഞ റൂൾ പ്രകാരം ഫസ്റ്റ് നമ്പർ കഴിഞ്ഞു. ഫസ്റ്റ് നമ്പർ 6 ആയിരുന്നു. 6ന് ശേഷം നമ്മൾ ഡെസിമൽ ഇട്ടു. അതിനുശേഷം വരുന്ന നമ്പർ എടുത്തെഴുതി 0യും 2യും. അപ്പോൾ 6.02 വന്നു. ഇനി ഇൻറ്റു 10⁻². പവർ എത്ര വരും? കാരണം ഇവിടെ ഈ നമ്മൾ ഇടുന്നതിന് മുമ്പ് ഇവിടെ എന്തുണ്ടായില്ല? ഡെസിമൽ ഉണ്ടായില്ല. അപ്പോൾ ഡെസിമൽ ഇല്ലാത്ത നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലാസ്റ്റ് ഒരു ഡെസിമൽ ഉണ്ടെന്നാണ് മീനിങ്. നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇവിടെ ഒരു ഡെസിമൽ ഓൾറെഡി ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇട്ടത് 6 പോയിന്റ് പറഞ്ഞ് ഇവിടെയാണ് പുതിയതായിട്ട് വന്നത്. അപ്പോൾ പുതിയതായിട്ട് ഇട്ടത് നേരത്തെ ഉള്ളതിനേക്കാളും ഏത് സൈഡിലോട്ട് മാറ്റിയിട്ടത്? ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് അല്ലേ? ഓൾറെഡി ഇവിടെ ഡെസിമൽ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇട്ടത് ഇവിടെ നിന്ന് മാറി ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പഠിച്ചത്? ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ് നമ്മൾ പുതിയ ഡെസിമൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതെന്ത് എക്സ്പോണൻ്റ് ആയിരിക്കും? പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിരിക്കും. ഇനി അടുത്ത കേസ് അപ്പോൾ പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് എത്ര ഡിജിറ്റ് മാറിയിട്ടാണ് നമ്മൾ പുതിയ ഡെസിമൽ ഇട്ടേന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഡിജിറ്റ് മാറിയിട്ടാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് ഡെസിമൽ ഇട്ടത്. അപ്പോൾ 10⁻² എന്ത് വരും? 15. പോസിറ്റീവ് എക്സ്പോണൻ്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവ് ആണ് ഈ 15 അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? 6.02 ഇൻറ്റു 10⁻15. ഫോർത്ത് ക്വസ്റ്റ്യൻ 0.00 അല്ലേ? ഒരുപാട് സീറോസ് ഉണ്ട്. അതിന് ശേഷം 837. അപ്പോൾ പുതിയ ഡെസിമൽ നമ്മൾ ഇടുന്നത് ഫസ്റ്റ് നമ്പറിന് ശേഷമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് എന്തിനു ശേഷമായിരിക്കും? 8ന് ശേഷം. 8 പോയിന്റ് എന്ന് വരും. 8 പോയിന്റ് വരും. അപ്പോൾ നമുക്ക് ആൻസറിൽ 8 പോയിന്റ് അതിനുശേഷമുള്ള നമ്പർ ഏതാ? 3യും 7ഉം. അപ്പോൾ 3 7. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് അതിൽ ഫസ്റ്റ് നമ്പർ വരുന്ന എവിടെയാണോ അതിനുശേഷം നമ്മൾ ഡെസിമൽ ഇട്ടു. അത് 8ന് ശേഷമാണ്. അപ്പോൾ 8 ഇട്ടു. ഫ്രണ്ടിലെല്ലാം 0 ആയതുകൊണ്ട് 0യിൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്പേഴ്സ് മാത്രം നോക്കാം. അപ്പോൾ 8 പോയിന്റ് അതിനുശേഷം വരുന്ന നമ്പർ എടുത്ത് എഴുതി 37. ഇനി ഇൻറ്റു 10⁻². ഇപ്പോൾ പവറാണ് ഇനി എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഡെസിമലിലും നമ്മളിപ്പോൾ പുതിയതായിട്ടുള്ള ഡെസിമലിൻ്റെ ഇടയിലുള്ള എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കാം അല്ലേ? ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന ഡെസിമലും ന്യൂ ഡെസിമൽ വന്നത് 8 പോയിന്റ് ആണ്. അപ്പോൾ അതിനിടയിലുള്ള നമ്പേഴ്സ് എത്രയാണ്? 1 2 3 4 5 6 7 8 9. അപ്പോൾ 10⁻9 വന്നു. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? കാരണം നമ്മളിവിടെ ഉണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. പുതിയതായിട്ട് ഇട്ടത് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറിയിട്ടാണ് ഇട്ടത് അല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ഡെസിമലിനേക്കാളും നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ടാണ് പുതിയ ഡെസിമൽ ഇട്ടത്. അപ്പോൾ റൈറ്റ് സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ അതെന്ത് എക്സ്പോണൻ്റ് ആയിരിക്കും? നെഗറ്റീവ് അല്ലേ? പുതിയ റൈറ്റിലോട്ടാണെങ്കിൽ നെഗറ്റീവ് എക്സ്പോണൻ്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ ആൻസർ എന്ത് വരും? 8.37 ഇൻറ്റു 10⁻9. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഡെസിമൽ തന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് നമ്പർ മാറിയിട്ടൊരു ഡെസിമൽ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്പർ കഴിഞ്ഞിട്ട് 3 വരും അല്ലേ? 3 കഴിഞ്ഞിട്ട് ഡെസിമൽ വരും. അപ്പോൾ ആൻസറിൽ 3 പോയിന്റ് അതിനുശേഷമുള്ള നമ്പർ ഏതാ? 186. അപ്പോൾ 186 എടുത്ത് എഴുതി. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ ഫസ്റ്റ് നമ്പർ മാറ്റി ആദ്യം ഡെസിമൽ ഇട്ടു. 3 പോയിന്റ് ഇട്ടു. 3 പോയിന്റ് അതിനുശേഷമുള്ള നമ്പർ 186 എന്ന് എഴുതി. ഇനി സീറോസ് എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെന്തായിട്ട് മാറ്റണം? ഇൻറ്റു 10⁻² പവറിലോട്ട് 10ൻ്റെ പവറിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളിട്ടത് 3ക്ക് ഫസ്റ്റ് നമ്പറായ 3ക്ക് ശേഷമാണ് പുതിയ ഡെസിമൽ ഇട്ടത്. ഇനി 10ൻ്റെ പവർ വരാനായിട്ട് നമുക്കറിയാം ഈ നമ്പറിൽ ആദ്യം ഡെസിമൽ ഉണ്ടായില്ല. അപ്പോൾ ഓൾറെഡി നമ്പറിൽ ഡെസിമൽ ഇല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഡെസിമൽ ഉണ്ടെന്നാണ് മീനിങ് നമ്മൾ പറഞ്ഞു അല്ലേ? പുതിയതായിട്ട് നമ്മൾ ഇട്ടത് ഇവിടെയാണ്. പുതിയതായിട്ട് നമുക്ക് ഇട്ടത് ഇവിടെയാണ്. ഓൾറെഡി ഉള്ളത് ലാസ്റ്റ് ആയിരുന്നു. അപ്പോൾ പുതിയ ഡെസിമൽ ഇട്ടത് നമ്മൾ ഏത് സൈഡിലോട്ട് മാറ്റിയതാണ്? ലെഫ്റ്റിലോട്ട് മാറ്റി അല്ലേ? ഇവിടെ ഡെസിമൽ ഇല്ലെങ്കിലും ഡെസിമൽ ഉണ്ടെന്നാണ് ലാസ്റ്റ് മീനിങ്. അപ്പോൾ ഈ ഡെസിമൽ നമ്മൾ പുതിയതായിട്ട് ഇട്ടത് ലെഫ്റ്റിലോട്ട് മാറിയിട്ടാണ്. അപ്പോൾ ലെഫ്റ്റിലോട്ടാണ് പുതിയ വരുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് എക്സ്പോണൻ്റ് ആയിരിക്കും? പോസിറ്റീവ്. അപ്പോൾ നമുക്ക് അറിയാം പോസിറ്റീവാണ് എക്സ്പോണൻ്റ്. ഇനി നമുക്ക് എത്ര സംഖ്യ മാറിയിട്ടാണ് നമ്മൾ ഡെസിമൽ ഇട്ടത് പുതിയത്? 1 2 3 4 5 6 7 8 9 10. എത്രയായിരുന്നു? 10. അപ്പോൾ 10⁻10 വരും. ലെഫ്റ്റിലോട്ട് മാറിയതായതുകൊണ്ട്
പോസിറ്റീവ് എക്സ്പോണൻ്റ് ആയിരിക്കും. ആൻസർ ഈസ് 3.186 ഇൻറ്റു 10⁻10. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.